ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇഫ്താറിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ പുതിയ വ്യൂവേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഈ ഒരു സ്നാക്സ് എങ്ങനെ തയ്യാറാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കോഴിമുട്ട ഓൾറെഡി പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പുഴുങ്ങിയെടുത്ത കോഴിമുട്ട ഇതുപോലെ നടുവശത്തായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് നോക്കണം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങൊന്ന് വേവിച്ചെടുക്കാൻ കേട്ടോ. ഞാനിപ്പോൾ രണ്ടും ഒപ്പാണ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് കോഴിമുട്ടയ്ക്ക് ഒരു യെല്ലോ കളർ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാൻ കേട്ടോ. കൈകൊണ്ട് വേണമെങ്കിൽ അങ്ങനെ ഉടച്ചെടുക്കാം. എങ്ങനെയാണ് എളുപ്പം അതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ചൂടാറിയതിന് ശേഷം വേണം ഇതൊന്ന് ഉടച്ചെടുക്കാനായിട്ട് കേട്ടോ. അധികം കട്ടകളൊന്നും ഇല്ലാതെ നല്ലതുപോലെ തന്നെ ഉടച്ചെടുക്കാനായിട്ട് നോക്കുക. ഇനി ഇതിലേക്ക് മല്ലിച്ചപ്പാണ്. മല്ലിച്ചപ്പ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് മല്ലിച്ചപ്പ് കുറച്ചധികം ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ വലിയുള്ളി അത്യാവശ്യം വലിപ്പമുള്ള ഒരു വലിയുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ നല്ലോണം ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ ചോപ്പറിലിട്ട് നല്ലോണം ചോപ്പ് ചെയ്തിട്ട് വേണം ചോപ്പ് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടിയും കുറച്ച് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ അളവിൽ അതും കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ എരിവിനായിട്ട് ചില്ലി ഫ്ലെക്സും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചില്ലി ഫ്ലെക്സ് മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ പിന്നെ ബാക്കി കുരുമുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിവിടെ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും മസാലക്കൂട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ പുഴുങ്ങി വെച്ച ഒരു കോഴിമുട്ടയുടെ മഞ്ഞ ഭാഗം മാത്രമായിട്ട് എടുക്കണം കേട്ടോ. വെള്ള ഭാഗം മാറ്റി വെച്ചിട്ട് കോഴിമുട്ടയുടെ മഞ്ഞ ഭാഗം മാത്രമായിട്ട് ഇതുപോലെ ഒന്ന് എടുക്കുക. എന്നിട്ട് അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്കൊന്ന് കുറച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് തന്നെ നല്ലോണം കുഴച്ചെടുക്കണം. ഈ ഒരു മുട്ടയുടെ മഞ്ഞ ഭാഗവും അതുപോലെ തന്നെ കിഴങ്ങും എല്ലാം കൂടി നല്ലോണം അതിലൊന്ന് മിക്സാക്കി എടുക്കുക. ഇതുപോലെ കൈ കൊണ്ട് കുഴച്ചെടുത്തിട്ട് ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ അതിലേക്കുള്ള മസാല അല്ലെങ്കിൽ കവർ ചെയ്യാനുള്ള കോട്ടിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു സോസാണ്. അപ്പോൾ സോസിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് പുതിനയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം വലിയുള്ളിയാണ് കേട്ടോ. ഒരുപാട് വലുതൊന്നും വേണ്ട, ഒരു ചെറിയ പീസ് വലിയുള്ളി മതി. അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ജീരകമാണ്. ചെറിയ ജീരകം ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും അതുപോലെ തന്നെ തൈരാണ്. തൈരും ഒരു സ്പൂൺ അളവിൽ തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പകരം ലെമൺ ആയാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ പഞ്ചസാര അതും കുറച്ച് മാത്രം മതിയേ. പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കേട്ടോ. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് നല്ലോണം എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാനതിൻ്റെ ഒരു ചെറിയ പീസ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നല്ലോണം അരച്ചെടുക്കാം. വെള്ളം ആവശ്യമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് നല്ലോണം ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ അരച്ചെടുത്ത സോസിലേക്ക് നമുക്ക് മയോണൈസും കൂടി ചേർത്ത് കൊടുക്കണേ. ഞാനിതവിടെ കുറച്ച് മയോണൈസും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു സ്ലൈസ് ചീസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചീസ് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, വേണമെന്നില്ല. അപ്പോൾ ഞാനിവിടെ ഒരു സ്ലൈസ് ചീസാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചീസും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇതിലേക്കുള്ള സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച കോഴിമുട്ടയുടെ വെള്ളഭാഗം എടുക്കുക കേട്ടോ. വെള്ളഭാഗം എടുത്തിട്ട് അതിൽ കുഴിയിലേക്ക് നമ്മൾ ഈ ഒരു സോസ് നിറച്ച് കൊടുക്കാം. ഫുള്ളായിട്ട് നിറച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ നിറച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് നിറച്ച് കൊടുക്കുന്നുണ്ട്. സോസ് ഒന്ന് നിറച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നേരത്തെ റെഡിയാക്കി വെച്ച കിഴങ്ങിൻ്റെ മസാല ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക കേട്ടോ. പരത്തിയതിന് ശേഷം നമ്മളിപ്പോൾ നിറച്ച് വെച്ച ഈ ഒരു കോഴിമുട്ട അതിൽ വെച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ കവർ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കവർ ചെയ്യുമ്പോൾ നോക്കണം, ശ്രദ്ധിക്കണം. കാരണം സോസ് ഒലിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലപോലെ ഇതാദ്യം ഇതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് പിന്നെ ബാക്കി ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കവർ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ആക്കിയെടുത്താൽ അത് ഒരു ബോൾസ് പോലെ ആക്കിയെടുക്കാനായിട്ട് നമുക്ക് പറ്റും കേട്ടോ. അങ്ങനെ ബാക്കിയുള്ള കോഴിമുട്ടയൊക്കെ നമുക്ക് ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കാം. ഇങ്ങനെ ബോൾസ് ആക്കിയതിന് ശേഷം കോഴിമുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസ് കൊണ്ട് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ എല്ലാം ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കാം. എന്നിട്ട് നേരെ ഓയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി.
അപ്പോൾ ഇതാ ഇവിടെ ഓയിലൊക്കെ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഓരോന്നങ്ങ് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇതുപോലെ മുകളിലായിട്ട് ഇതുപോലെ കുറച്ച് ഓയിലൊന്ന് കോരി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഇത് അധികം ഹൈ ഫ്ലെയിമിലിട്ട് വെക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം നമുക്ക് ഇതുപോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിപ്പോൾ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പിയാണ്, മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ വെറൈറ്റി ആയിട്ടുള്ളൊരു സോസും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. ഇത് അത്യാവശ്യം ഭയങ്കര ഹെവി ആയിട്ടുള്ളൊരു സ്നാക്സും കൂടിയാണ്. ഒരു പീസോ ഒക്കെ കഴിച്ചാൽ നമുക്ക് വയറൊക്കെ പെട്ടെന്ന് അറിയട്ടെ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഫ്താറിനൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഐറ്റം കൂടിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കല്ലേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്തുള്ള നോഷനും കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്